ശബരിമല വിശേഷങ്ങളിലേക്ക്. വൃശ്ചിക മാസാരംഭത്തിൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന. 74,103 പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. പുല്ലുമേട് വഴി എത്തിയത് 40 പേരാണ്. 410 പേരാണ്. ഇന്ന് രാവിലെ 6 വരെ 10,052 പേർ പമ്പയിൽ നിന്ന് വെർച്വൽ ക്യൂ വഴി പ്രവേശിച്ചു. തിരക്ക് പരിഗണിച്ച് ഓരോ ദിവസവും 18 മണിക്കൂറാണ് ദർശന സമയം. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സജീവ് സി വാര്യർ. നല്ല തിരക്കാണല്ലേ അവിടെ അനുഭവപ്പെടുന്നത്? ഗുഡ് മോർണിംഗ് ആര്യ. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതെങ്കിലും സുഗമമായ ദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ ദർശനം ഒരുപാട് നേരം കാത്തു നിൽക്കാതെ സാധ്യമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് 16,052 പേരാണ് 6 മണി വരെ, രാവിലെ 6 മണി വരെ ദർശനത്തിന് എത്തിയത് എന്നാണ് കണക്ക്. ഇന്നലെ 74,103 പേർ എത്തിയിരുന്നു. അതിൽ 410 പേർ പുല്ലുമേട് വഴി കാനനപാത വഴിയാണ് എത്തിയത്. അതോടൊപ്പം 3,000-ൽ പരം പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യ ദിവസം 4 മണിക്ക് നട തുറന്ന ആദ്യ ദിവസത്തിൽ എത്താൻ കഴിയാത്ത ആളുകൾ കുറെ പേർ ഇന്നലെ ദർശനം നടത്തി എന്നാണ് പോലീസിന്റെ കണക്ക്. എന്തായാലും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് പിന്നീട് ക്യാൻസൽ ചെയ്താലും പിന്നീട് ദർശനം ലഭിക്കുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. സൗകര്യപ്രദമായ രീതിയിൽ തീർത്ഥാടകർക്ക് എത്താനും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ദർശനം നടത്താനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. 80-ൽ പരം പേരാണ് ഒരു മിനിറ്റിൽ 18-ാം പടി കയറുന്നത്. ഇപ്പോഴത്തെ കണക്ക് അത് തന്നെയാണ്. പോലീസ് ലക്ഷ്യം വെച്ചത് 85 പേർ ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടണം എന്നുള്ളതായിരുന്നു. എന്നാൽ 80-ൽ പരം പേർ എന്തായാലും ഓരോ മിനിറ്റിലും പടി ചവിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സുഗമമായ രീതിയിൽ ദർശനം സാധ്യമാകുന്നത്. സോപാനത്തിന് മുന്നിലും അതുപോലെ തന്നെ പെട്ടെന്ന് ആളുകളെ കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുഗമമായ രീതിയിലുള്ള ദർശനമാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള തിരക്ക് ഉണ്ട്. എന്നാൽ തന്നെ ഒരുപാട് നേരം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം സ്പോട്ട് ബുക്കിംഗ് 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും ഇന്നലെ 3,017 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം എത്തിയാൽ ദർശനം സാധ്യമാകുമെന്ന് സംശയം പലർക്കും ഉണ്ട് എന്ന് തോന്നുന്നു. ആദ്യ ദിനമാണല്ലോ, അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള സംശയം കൊണ്ടായിരിക്കാം പലരും ദർശനത്തിന് എത്താൻ വൈകുന്നു അല്ലെങ്കിൽ എത്താതിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും കൂടുതൽ ആളുകൾ ദർശനത്തിന് വരും ദിവസങ്ങളിൽ എത്തുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഞായറാഴ്ചയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് പൊതുവെ വർദ്ധിക്കാറുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. അതിനാൽ ഇപ്പോൾ സുഗമമായ രീതിയിൽ ദർശനം പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പമ്പയിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഈ വർധനയുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ കൂടുതലും മലയാളികളായ തീർത്ഥാടകരാണ് എത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആര്യ, അതെ, സീസണിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. സജീവ് സി വാര്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിയും ഞായറും അവധി ദിവസങ്ങൾ കൂടി വരുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. എന്തായാലും ദർശന സമയം കൂട്ടിയത് ഭക്തർക്കൊരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഈ ക്യൂവില് കൂടുതൽ നേരം നിൽക്കണ്ട എന്നുള്ളതും അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടികളെയൊക്കെ കൊണ്ടുപോലും വരുന്ന ആളുകളുണ്ട്, പ്രായമായ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഈ ക്രമീകരണങ്ങളൊക്കെ വലിയ ആശ്വാസമാണ്. സജീവ് സി വാര്യർ, നമുക്ക് ഈ ക്യൂവിൽ ഇപ്പോൾ ഒരുപാട് ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണം തേടാൻ സാധ്യമാണോ ഇപ്പോൾ? ശ്രമിക്കുക ആര്യ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തിരക്കാണ്. അതിനകത്ത് നമുക്ക് എത്താൻ സൗകര്യം ഉണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ദർശനത്തിന് എത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ മണിക്കൂറിലും 3,000-ൽ പരം എന്നുള്ളതാണ്. 4,000 പേരോളം ദർശനത്തിനെത്തും. പ്രത്യേകിച്ച് 80,000 പേർ എന്ന കണക്ക് ശരിയാകണമെങ്കിൽ 4,500-ഓളം പേർ ഒരു മണിക്കൂറിൽ മല ചവിട്ടണം എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 80,000-ഓ 1,00,000-ഓ ആളുകൾ വന്നാൽ പോലും സൗകര്യപ്രദമായ രീതിയിൽ ദർശനം സാധ്യമാകും എന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തീർത്ഥാടകർ ഇവിടെ ക്യൂവിലാണ്. അരമണിക്കൂർ സജീഷ് എങ്ങനെ ഇന്നലെ വന്ന് തിരക്ക് കുറവാണ്. എപ്പോഴാണ് എത്തിയത്? ഇന്നലെ രാത്രി. പേരെന്താണ്? എവിടുന്നാ വരുന്നത്? തൃശ്ശൂർ. എന്താ പേര്? സജീഷ്. ഇപ്പോ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വന്നു? ഇല്ല, അധികം അരമണിക്കൂറാണ്. പമ്പയിൽ നിന്ന് താമസമുണ്ടോ? ഇല്ല, പെട്ടെന്ന് കയറാം. गौतम റഷ്യൻ தமிழ் ரஷ்யன் ரஷ்ய கூட்டம் அதிகமாக தான் இருக்கு. அதிகமாக இருக்கா? அப்போ எவ்வளவு டைம் எடுத்துருக்கு? 3 மணி நேரமா இருக்கு. 3 மணி நேரம் ஆகுது. 3 மணி நேரம் இருக்கா? என்ன டைமில் நீங்க வந்துருச்சீங்க? 4:30 4:30 காலையில் வந்து. காலையில் வந்து இங்க வரும்போது 7:10 படி விட்டும் போது 7:10 சொல்லுங்க சார். வேற என்ன? கார்த்திகேயன், காஞ்சிபுரம் சார். காஞ்சிபுரம் ரஷ் அந்த அளவுக்கு இல்லை சார். போன வருஷம் கம்பேர் பண்ணும்போது இந்த அளவுக்கு ரஷ் ஒன்றும் இல்லை. பம்பையில் ஒன்றும் நார்மலாக பார்த்தா மாச பூஜைக்கு இருக்கிற அளவுக்கு தான் இருக்கு. ரஷ் ஒன்றும் இல்லை. பரவாயில்ல. ஒரு 1.5 hours to 2 hours மேலே ஏறி வர அளவுக்கு தான் இருக்கு. முன்ன விட கொஞ்சம் சௌகரியம் பண்ணி கொடுத்துருக்காங்க. வழியெல்லாம் கொஞ்சம் கிளீனா இருக்கு, கொஞ்சம் சுத்தமா இருக்கு இடம். பார்க்கும்போது வந்து யாரும் மூஞ்சி சுலுக்கிட்டு போகாத அளவுக்கு கிளீனா இருக்கு. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എந்த ടൈമിൽ വന്നത്? வண்டி விட்டு நிலக்கல்ல அப்புறம் இல்ல, இன்னைக்கு காலையில நிலக்கல்ல வண்டி விடும்போது மணி வந்து ஒரு 4 மணிக்கு விட்டோம். உடனே அங்கிருந்து இங்க பம்பைக்கு வரும்போது மணி 5. 5 மணிக்கு ஸ்நானம் பண்ணிட்டு மேலே ஏறும்போது 5:30க்கு மேலே ஏற ஆரம்பிச்சோம். ரிலாக்ஸாவே வந்தாலே ஒரு 1.5 hours மேல டைம் எடுக்கல. ரிலாக்ஸா தான் வந்தோம். ரெஸ்ட் பண்றதுக்கு இல்ல, ரெஸ்ட் எடுக்கிற இடம் எல்லாம் கூட கிளீனா தான் இருக்கு. எல்லாமே இப்ப பக்காவா பண்ணிருக்காங்க. தண்ணி எல்லாம் கிடைச்சிருக்கா? தண்ணி அதான் மெயின்டெனன்ஸ் பொறுத்த வரைக்கும் சூப்பரா பண்ணிருக்காங்க. தண்ணி எல்லா இடத்துலயும் வச்சிருக்காங்க. அதாவது எல்லா குழந்தைகள் எல்லாம் அதான் எல்லா வித இதுவும் ஏற்பாடும் பண்ணி கொடுத்திருக்காங்க. எப்படின்னா வந்து தண்ணி வேணுன்ற இடத்துல தண்ணி, மெடிசன் வேணுன்ற இடத்துல மெடிசன் கரெக்டா இது பண்ணிருக்காங்க. எல்லாமே ஃபாலோ பண்ணிருக்காங்க. அதாவது யாருக்கும் வந்து எல்லா நீடுமே வந்து பர்பஸா பண்ணி கொடுக்கணும்னு பண்ணி கொடுத்திருக்காங்க. யார் வாட்டி வந்திருக்கீங்களே இங்க? இது வந்து இல்ல, நான் வந்து வாட்டி வந்திருக்கேன். இது 44வது வருஷம் என்னோடது. ஆமா, 3 yearsல இருந்து வந்துட்டு இருக்கேன். இது இந்த 44வது வருஷம். எந்த வருஷமும் இல்லாத அளவுக்கு இந்த வருஷம் வந்து நல்லா பண்ணிருக்காங்க. எதுவுமே வந்து நம்ம குறைய சொல்ல முடியாத அளவுக்கு நீட்டா பர்ஃபெக்டா பண்ணிருக்காங்க. தண்ணி குடிக்கிற இடமாகட்டும், அந்த ஒரு யூரின் டாய்லெட் போற இடமாகட்டும், அதாவது எப்படின்னா நீட்னஸ்க்கு பக்காவா இருக்கு. எந்த இடமும் வந்து நீட்னஸ் இல்லைன்னு சொல்ல முடியல. அந்த அளவுக்கு. என்ன சார்? துறை இந்த மாதிரி இல்ல காவல்துறை பொறுத்த வரைக்கும் அவங்க அட்டென்ஷன் பக்காவா இருக்கு. அவங்க வந்து எந்தெந்த இடத்துல வந்து குரூப்பா இருக்காங்களோ அந்த இடத்துலலாம் வந்து பிரிச்சு விட்டு கரெக்டா மெயின்டைன் பண்ணி அனுப்புறாங்க. சாமிங்க வந்து மோதிக்கிட்டு போய் விழக்கூடாதுன்றதுல அவங்க கான்சியஸா இருக்காங்க. அதனால அவங்க அந்த பார்த்து இது பண்றாங்க. 18 படியில எப்பவுமே பண்ற மாதிரி யாருமே வந்து ஒரு பொருளை மிஸ் பண்ணக்கூடாது, யாருமே வந்து கீழே எல்லாம் விழுந்துடக்கூடாதுன்றதுல அவங்க கான்சியஸா இருக்காங்க. போலீஸ் டிபார்ட்மெண்ட் நல்லா சப்போர்ட்டிவா தான் இருக்காங்க அந்த வகையில. அதே மாதிரி தேவஸ்தானம் போர்டும் என்னென்ன சாமிமார்களுக்கு தேவையோ அந்த உண்டான எல்லா பர்பஸும் பண்ணி கொடுத்திருக்காங்க. பக்காவா இருக்கு. எதுவுமே குறை சொல்ல முடியாத அளவுக்கு பக்காவா கிளீனா பண்ணிருக்காங்க. இல்ல, ரஷ் பண்றதெல்லாம் எதுவும் இல்ல. அந்த மாதிரி புஷ் பண்றதோ ரஷ் பண்றதெல்லாம் எதுவும் இல்ல. ரிலாக்ஸ்டா தான் இருக்கு. ஆமா, லாஸ்ட் இயரை விட இந்த இயர் வந்து ரொம்ப பெர்ஃபெக்ட்டா பண்ணிருக்காங்க. மூவ்மெண்ட்லாம் பக்காவா இருக்கு. தம்பி எப்படி இருந்தது? சொல்லுங்க. அப்படியா? ஏறும்போது டென்ஷன் இருந்தா? ஏறும்போது நல்லா இருந்தா? இங்க 18ஆம் படி ஏறும்போது தூக்கி விட்டாங்க. போலீஸ் தேங்க்ஸ். நீ சொல்லு. நீங்க பேரு? கார்த்திக், காஞ்சிபுரம். ஆமா. நீங்க டீமா வந்து? ஆமா. எந்த மாதிரி நீங்க என்ன எப்படி நல்லா ஃப்ரீயா இருக்கு. எப்பவும் பார்க்காத அளவுக்கு இந்த வாட்டி கொஞ்சம் ஃப்ரீயா தான் நல்லா பண்ணிருக்காங்க. 22வது முறை இது வர. எப்போ நீங்க ஈஸியா வந்துருச்சா? அங்கே இல்ல, இது வரைக்கும் பார்க்காத அளவுக்கு இந்த வாட்டி கொஞ்சம் நல்லா ஃப்ரீயா தான் இருக்கு. ஒன்னும் பிரச்சனை இல்லை, நல்லா தான் பண்ணிருக்காங்க இந்த வாட்டி. கீழேவும் பம்பையில ரெஸ்ட் எடுக்கிறதுக்கு நிறைய ஒரு பெரிய டென்ட் அடிச்சிருக்காங்க. அதுலயும் நல்லா கிளீனா நீட்டா இருக்கு. லாஸ்ட்
லாஸ்ட் வாட்டி எப்படி இருந்தது? லாஸ்ட் வாட்டி இருந்ததை விட இந்த வாட்டி தான் நல்லா இருக்கு. லாஸ்ட் வாட்டி சரியில்லை. ஆமா, ക്ലീനാ ഇല്ല, നീറ്റാ ഇല്ല. ஆனால் இந்த வாட்டி நல்லா பண்ணியிருக்காங்க. ആര്യ, ഇവർ പറയുന്നത് തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പ്രത്യേകിച്ചും പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിലാണ് ദർശനം പുരോഗമിക്കുന്നത് എന്നാണ്. ദർശനത്തിനുള്ള സൗകര്യങ്ങൾ പമ്പയിൽ നിന്നുള്ള ശരണവഴികളിലെല്ലാം തന്നെ സൗകര്യപൂർവ്വം വരാനുള്ള സാഹചര്യമുണ്ട്. കുറെ കൂടി നീറ്റായിരിക്കുന്നു, അതായത് ശുദ്ധമായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വെള്ളം, അതുപോലെ ലഘുഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പോലീസ് വളരെ സഹകരണത്തോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ഒരു കാരണവശാലും തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. അരമണിക്കൂർ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മലയാളിയായ ഒരു ഭക്തൻ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം മണിക്കൂറുകൾ നിന്നാൽ പോലും അതിന്റെ ക്ഷീണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നുന്നില്ല. 18-ാം പടിയിലും വളരെ നല്ല രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്. ദേവസ്വവും പോലീസിനെയും വളരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇത്തവണ തീർത്ഥാടകർ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷം അത്തരത്തിൽ ആയിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇത്തവണ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. സജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർത്ഥാടകർക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളിലും ഒരുക്കങ്ങളിലും എല്ലാം പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതര സംസ്ഥാന